ഹായ് ഗായ്സ്, ഇന്നൊരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. ആദ്യം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില, 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളിയും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിയുടെ വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നമുക്ക് മീൻ വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റുന്നത് വരെ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.